ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആക്രമണം നടത്തിയെന്ന ആക്സിയോസ്. കപ്പലുകൾക്ക് തീപിടിച്ചു. ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി ട്രംപ്. ഒന്നുകിൽ കരാറുണ്ടാക്കും, അല്ലെങ്കിൽ ജോലി പൂർത്തിയാക്കുമെന്ന് മുന്നറിയിപ്പ്. ഖമനേയിക്ക് വിട നൽകി ടെഹ്റാൻ. മൃതദേഹം വിശുദ്ധ നഗരമായ ഖൂമിലെത്തിച്ചു. വിലാപയാത്രയിൽ അന്ത്യാഭിവാദ്യം അർപ്പിച്ച് ലക്ഷങ്ങൾ. സംസ്കാരം വ്യാഴാഴ്ച. യുക്രൈൻ യുദ്ധത്തിൽ മരിച്ചത് 20 ലക്ഷത്തോളം സൈനികരെന്ന് റിപ്പോർട്ട്. ഏറ്റവും നാശനഷ്ടം റഷ്യയ്ക്ക്. റഷ്യയുടെ ആകെ സൈനിക നഷ്ടം 14 ലക്ഷമെന്നും കണക്ക്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ശേഷിയിലും വലിയ ചോർച്ച. പസഫിക്കിനെ ഞെട്ടിച്ച് ചൈന. ആണവ അന്തർവാഹിനിയിൽ നിന്ന് സിമുലേഷൻ വാർഹെഡ് ഘടിപ്പിച്ച ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തു. ഒരു രാജ്യത്തെയും ലക്ഷ്യം വെച്ചുള്ളതല്ലെന്ന് ചൈന. പസഫിക് മേഖലയുടെ സ്ഥിരതയെ തകർക്കുന്നതാണെന്ന് ഓസ്ട്രേലിയയും ജപ്പാനും ന്യൂസിലൻഡും. പാക് അധിനിവേശ കശ്മീർ കത്തുന്നു. സൈന്യത്തിന്റെ ആക്രമണത്തിൽ മരണം 60 കടന്നു. പ്രതിഷേധ സമരം അക്രമാസക്തം. ഭക്ഷണ ഇന്ധന അവശ്യ സാധന ക്ഷാമം രൂക്ഷം. ഇന്ത്യയുടെ പിന്തുണ തേടി പ്രക്ഷോഭകാരികൾ. പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സൂബിയാന്റോയുമായി കൂടിക്കാഴ്ച ഇന്ന്. മോദിക്ക് അകമ്പടി സേവിച്ച് സുഖോയ് വിമാനങ്ങൾ. പ്രതിരോധ സുരക്ഷാ വിഷയങ്ങളിൽ ധാരണാപത്രം ഒപ്പിടും. ജക്കാർത്തയിലെ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. അയോധ്യയിലെ സംഭാവന തട്ടിപ്പിൽ അന്വേഷണം തുടരുന്നു. വരവ് ചെലവ് കണക്കുകൾ പുറത്ത്. 2020 മുതൽ ഇതുവരെ കിട്ടിയത് 3264 കോടി രൂപ. 2370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും മറ്റു ചെലവുകൾക്കുമായി വിനിയോഗിച്ചുവെന്നും ട്രസ്റ്റ്. വെള്ളി ഉരുപ്പടികൾ ഉരുക്കി ബാറാക്കിയെന്നും ട്രസ്റ്റ്. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. വിക്രം 1 വിക്ഷേപണം ജൂലൈ 12-നും ഓഗസ്റ്റ് 4-നും ഇടയിൽ. സ്കൈ റൂട്ട് എയ്റോസ്പേസിന്റെ മിഷൻ ആഗമനിലൂടെ ബഹിരാകാശത്തെ കുതിക്കുന്ന 4 പേലോഡുകൾ. വിക്രം സാരാഭായിയുടെയും CV രാമന്റെയും ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെയും ഇത്തിരി കുഞ്ഞൻ പ്രതിഭകളും ബഹിരാകാശത്തേക്ക്. സിംബാബ്വെ പര്യടനത്തിൽ സഞ്ജുവിനെ പുറത്താക്കിയതിൽ പ്രതിഷേധം. ലോകകപ്പ് ഹീറോ പുറത്തായത് 3 മത്സരങ്ങളിൽ നിറം മങ്ങിയതിന്. 5 മത്സരങ്ങളിൽ തിളങ്ങാത്ത ഇഷാൻ ടീമിൽ. നിലവിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള T20യിലും സഞ്ജു കളിച്ചേക്കില്ല. നീരവ് മോദിയെ ഇന്ത്യയിലേക്ക് അയക്കാൻ ബ്രിട്ടൻ. അപ്പീൽ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി തള്ളി. ഭരണപരമായ നടപടിക്രമങ്ങൾ മാത്രം ബാക്കി. ലോക ഫുട്ബോളിൽ നിന്ന് ഇതിഹാസങ്ങളുടെ മടക്കം തുടരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലും പുറത്ത്. സ്പാനിഷ് ജയം ഏകപക്ഷീയമായ 1 ഗോളിന്. USA തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ. അർജന്റീന ഇന്ന് ഈജിപ്തിനെതിരെ. കനത്ത മഴയിൽ മുംബൈയിൽ വ്യാപക നാശനഷ്ടം. മണ്ണിടിച്ചിലിനെ തുടർന്ന് മുംബൈ പൂനെ എക്സ്പ്രസ് വേ അടച്ചു. മുംബൈ താനെ നാസിക് റോഡുകളിൽ റെഡ് അലർട്ട്. സ്കൂളുകൾക്ക് അവധി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രതിസന്ധി തുടരുന്നു. ജോലിക്കെത്തുന്ന ജീവനക്കാരെ പ്രവേശിക്കാൻ അനുവദിക്കാത്ത മാനേജ്മെന്റ്. മന്ത്രി വിളിച്ച ചർച്ച വെള്ളിയാഴ്ച. അൻസിബിയുടെ പരാതിയിൽ ലക്ഷ്യപ്രിയ അടക്കം 3 പേർക്കെതിരെ കേസ്. ഭർത്താവ് ജയേഷും വനിതാ സെൽ SIയും പ്രതികൾ. സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ നടപടി. താരസംഘടനയിൽ നിന്ന് രാജിവെച്ച് അംഗങ്ങൾ.